അപകടകരവുമായ ഫയർ എസ്കേപ്പ് അഥവാ മമ്മി എസ്കേപ്പ് ഈ ജാലവിദ്യ നിങ്ങൾക്ക് മുന്നിൽ അരങ്ങേറാൻ പോവുകയാണ്. അതിനു മുമ്പായി ഒരു കാര്യം, ഇത്തരം ഭയാനകമായ ഫയർ എക്യുപ്മെന്റും വെള്ളം നിറച്ച ദീപകളും ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ നിസ്സാരമായ സിഗ്നലിലൂടെ നിങ്ങളത് പ്രയോഗിക്കേണ്ടതാണ്. കാരണം അനേകം മജീഷ്യന്മാരുടെ മരണത്തിന് തന്നെ കാരണമായിട്ടുള്ള ഒരു അതിഭയാനകമായ ഐറ്റമാണ് ഈ മമ്മി എസ്കേപ്പ് അഥവാ ഫയർ എസ്കേപ്പ് എന്ന ഈ ഐറ്റം. 18 മീറ്ററോളം നീളമുള്ള ഈ ചങ്ങലയും 12ഓളം അതിശക്തമായ താഴുകളും കൊണ്ടുള്ള ഒരു ചങ്ങലപ്പൂട്ടാണ് മജീഷ്യൻ രാജേഷിനെ ചുറ്റിവരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മമ്മി, ഈജിപ്തിലെ ശവകുടീരങ്ങൾക്ക് പറയുന്ന പേരാണ് മമ്മി. മമ്മി 18ഓളം മീറ്റർ നീളമുള്ള ചങ്ങല കൊണ്ട് വരിഞ്ഞതിന് ശേഷം അതിനു മുന്നിൽ താഴുകളോട്ട് അതിശക്തമായി പൂട്ടിയതിനു ശേഷം തുണി കൊണ്ട് ഒരു ശവത്തിന്റെ രൂപത്തിലാക്കുക. തുണി കൊണ്ട് കംപ്ലീറ്റ് ആയി പൊതിഞ്ഞ ഒരു ശവത്തിന്റെ രൂപത്തിലാക്കുക. അതിനുശേഷം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുക. ഇതൊരു നിസ്സാര കളിയല്ല. ഇദ്ദേഹത്തിന്റെ ഗുരുനാഥൻ പറഞ്ഞ വേടുകൾ നിങ്ങളെല്ലാം കേട്ടതല്ലേ? അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം നിങ്ങൾ ആരും മറക്കരുത്. പ്രശസ്ത മജീഷ്യനായ സണ്ണി ജോസഫ് ഈ ഐറ്റം അവതരിപ്പിച്ച് ഇപ്പോൾ രക്ഷപ്പെട്ടു വരും എന്ന് വിചാരിച്ച് കരഘോഷത്തോടെ നിന്ന കാണികൾക്ക് മുമ്പിൽ വെന്തു വെണ്ണീറായ കഥ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ? മറ്റ് അപകടങ്ങളൊന്നും കൂടാതെ രാജ്യത്തിന്റെ തന്നെ കാവൽക്കാരനായ ഈ മജീഷ്യനെ രക്ഷിക്കേണ്ട ചുമതല നാട്ടുകാരായ നമുക്ക് ഏവർക്കുമുണ്ട്. നിസ്സാരമായ ഒരു പിഴവ് കരഘോഷത്തോടെ നിൽക്കുന്ന ഒരു സദസ്സിനുമുണ്ട് മജീഷ്യനെ വെന്തു വെണ്ണീറാക്കിയേക്കാം. അപകടനില തരണം ചെയ്യുന്നതിലേക്കായി ആംബുലൻസ്, വെള്ളം നിറച്ച ഡ്രം, മറ്റ് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ് എന്നിവ ഇവിടെ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്ന കമ്മിറ്റി ഭാരവാഹികളോട് അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ആദ്യമേ തന്നെ ഏർപ്പെടുത്തിക്കൊള്ളുന്നു. മമ്മി എസ്കേപ്പ് എന്ന ഈ ആക്ട് അദ്ദേഹം പോലെ ഒരു തവണ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ. ഇത്രയും നിറഞ്ഞ സദസ്സിന് മുന്നിൽ ഇത്രയും നല്ല മജീഷ്യന് മറ്റൊരു അവസരം, മറ്റൊരു വേദി ഒരുക്കാതിരിക്കാൻ, മറ്റൊരു അപകടകരമായ വേദി ഒരുക്കാതിരിക്കാൻ കമ്മിറ്റി ഭാരവാഹികളും മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാവരും തന്നെ അതിൻ്റെതായ രീതിയിൽ നിൽക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുകയാണ്. മജീഷ്യനെ അതിശക്തമായ താഴ്ത്ത് 18ഓളം മീറ്റർ നീളമുള്ള ചങ്ങലയാൽ പൂട്ടിക്കഴിഞ്ഞു. അതെ, അതിന്റെ പരിപൂർണതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തും സംഭവിക്കാവുന്ന അപകടകരമായ ഒരു ജാലവിദ്യയാണിത്. ഇതിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാം. അതിനാൽ കമ്മിറ്റി ഭാരവാഹികൾ തന്നെ അറേഞ്ച് ചെയ്ത ആംബുലൻസ് തൊട്ടടുത്ത് തന്നെയുണ്ട്. ദയവായി ഈ വെള്ളം വെച്ചിരിക്കുന്നിടത്ത് 2-3 പേർ ഏതു സമയം ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം നിസ്സാരമായ പിഴവുകൾ പോലും ജീവൻ ഉളവാക്കുന്നതിനാൽ എല്ലാവരും അതിൻ്റെതായ പക്വതയോടെ തന്നെ ആ നിമിഷത്തിൽ പെരുമാറേണ്ടതാണ്. ഏറ്റവും അപകടകരവും
എന്നാൽ അതിസാഹസികരവുമായ ഫയർ എസ്കേപ്പ് ഈ നാടിന്റെ പൊന്നോമന പുത്രനായ, നാടിനെ കാക്കുന്ന വീരജവാനായ മാനൂർ രാജേഷ് അവതരിപ്പിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾ മനസ്സ ഈശ്വരനോട് പ്രാർത്ഥിക്കണം, യാതൊരുവിധ കുഴപ്പങ്ങളും സംഭവിക്കരുതേ എന്ന്. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ സ്റ്റാറായ മോഹൻലാൽ ഫയർ എസ്കേപ്പ് അവതരിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് അദ്ദേഹത്തെ ആ നടപടിയിൽ നിന്നും പലരും പിന്തിരിപ്പിച്ചു. അന്ന് അതിന് പറഞ്ഞ കാരണം, ഭാരതത്തിലെ തന്നെ ഏറ്റവും ജനങ്ങൾ ബഹുമാനിക്കുന്ന, ഈ യുഗം കണ്ട ഏറ്റവും നല്ല നടനായ മോഹൻലാൽ ഈ മാജിക്കിലൂടെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് മലയാള സിനിമയ്ക്കല്ല, ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ നഷ്ടമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പ്രശസ്ത മജീഷ്യന്മാർ മോഹൻലാലിനെ ഈ ഫയർ എസ്കേപ്പിൽ നിന്നും ഒഴിവാക്കുകയുണ്ടായി, പിന്തിരിപ്പിച്ചു. അത്രയ്ക്ക് അപകടം പിടിച്ച ഒരു മാജിക്കാണ്. അതിനേക്കാൾ അപകടം പിടിച്ച മാജിക്കാണ് ശരീരം മുഴുവൻ വരിഞ്ഞു മുറുക്കി കെട്ടി 20ഓളം മീറ്റർ നീളമുള്ള തുണി കൊണ്ട് ചുറ്റി കൈകാലുകൾ ചലിപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ബന്ധനസ്ഥനാക്കി നിറഞ്ഞ സ്റ്റേജിന്, നിറഞ്ഞ ഓഡിയൻസിന്റെ മുന്നിൽ അതിസാഹസികവും ഭീകരവും എന്നാൽ ദൈവാധീനത്തിൽ മാത്രം രക്ഷപ്പെടാൻ കഴിയുന്നതായ ഈ മാജിക് ഇവിടെ അവതരിപ്പിക്കുന്നത് എല്ലാവരും യാതൊരുവിധ കുഴപ്പങ്ങളും സംഭവിക്കാതെ ഈ കലാകാരന് വിജയത്തിന്റെ സോപാനത്തിലേക്ക് കുതിച്ചുയരാൻ പ്ലാക്കോട്ട് വേണം വാഴുന്ന ഭഗവതിയും മന്ത്രമൂർത്തി സ്വാമിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തരും ഈ അതിശയകരമായ, ഡേഞ്ചറസായ, അഡ്വഞ്ചറസായ ഈ മാജിക്കിനെ നിങ്ങൾ ഹൃദയത്തിലേക്ക് അനുഗ്രഹിക്കണം, സഹകരിക്കണം. ഇതാ മജീഷ്യൻ എസ്കേപ്പിന്റെ അടുത്ത പടിയിലേക്ക് പോവുകയായി. ശരീരം മുഴുവൻ തുണി കൊണ്ട് വരിഞ്ഞു മുറുക്കി മാലപ്പടക്കത്താൽ ചുറ്റി ഇതാ ഒരു മമ്മിയായി, ഈജിപ്തിലെ ശവകുടീരങ്ങൾക്ക് പറയുന്ന പേരാണ് മമ്മി. മമ്മിയായി ഇതാ ജനമധ്യത്തിനുള്ളിൽ കൊണ്ടുപോവുകയാണ്. അടുത്ത എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, എത്രയും പെട്ടെന്ന് തന്നെ ആംബുലൻസ് വണ്ടി സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ ആ റോഡിൽ നിൽക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും 2-3 സുഹൃത്തുക്കൾ വെള്ളം വെച്ചിരിക്കുന്ന വീപ്പയ്ക്കടുത്തായിട്ട് നിൽക്കേണ്ടതാണ്. വെള്ളം ഒഴിക്കുന്നതിനായിട്ടുള്ള ആ 2 കാരീസും അതിലേക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മജീഷ്യൻ നമ്മുടെ കൺമുന്നിൽ ഒന്നും സംഭവിക്കാതിരിക്കാനായി അതിനുവേണ്ട നിലപാടുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ഇതാ മജീഷ്യനെ വൈക്കോൽ കൂനയ്ക്കുള്ളിൽ 4 സൈഡും രക്ഷപ്പെടാനാവാത്ത വിധം നമുക്ക് തന്നെ അറിയാം. ഇത്രയും ചങ്ങലകളായും ഇത്തരം താഴുകളായാലും പൂട്ടിയിട്ട് പോലും അതിന് മുന്നിൽ തുണി കൊണ്ട് ചുറ്റി കയ്യോ കാലോ അനങ്ങാത്ത രീതിയിലാക്കിയതിനു ശേഷം 4 സൈഡിലും വൈക്കോൽ കൂനകൾ കൊണ്ട് കെട്ടി. ഇനി ഒട്ടും തന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. 4 സൈഡ്, ഇതിലൊരു ട്രിക്കോ മറ്റൊന്നുമില്ല എന്നുള്ള കാര്യം 4 സൈഡിലും ആൾക്കാരിക്കുന്നതിനാൽ വസ്തുതയാണ്. ഇതൊരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള ഒരു വസ്തുത ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം 4 സൈഡിലും ആൾക്കാർ നിൽപ്പുണ്ട്. ഇതിലൊരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമില്ല. നിസ്സാരമായ ഒരു പിഴവ് മതി മജീഷ്യന്റെ ജീവൻ അപകടപ്പെടാൻ. നിങ്ങളുടെ ഏവരുടെയും പൂർണ്ണമായ സഹകരണമുണ്ടെങ്കിൽ മാത്രമേ ഈ ഐറ്റം വിജയിപ്പിക്കാനാവത്തുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആംബുലൻസ് മുമ്പോട്ടായി കഴിഞ്ഞാൽ ബാക്കിലിരിക്കലും മാറേണ്ടതാണ്. കാരണം ഒരു നിമിഷം പോലും പിന്നെ പാഴാക്കാനുണ്ടാവില്ല. ഇങ്ങനെയുള്ള വൈക്കോൽ കൂനയ്ക്കുള്ളിൽ പടക്കങ്ങളും മണ്ണെണ്ണയും ഒഴിച്ച് കത്തിച്ചതിന് ശേഷം പെട്ടെന്ന് അണയ്ക്കുക എന്നുള്ളത് തന്നെ ഇത്രയും നിസ്സാരമായ കാര്യമല്ല. അണച്ചു കഴിഞ്ഞാൽ പോലും
മജീഷ്യന്റെ ജീവൻ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിന് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തേണ്ടതായി വരും. അതുകൊണ്ട് തന്നെയാണ് ഈ ആംബുലൻസിന് അറേഞ്ച് ചെയ്തിരിക്കുന്നതും മറ്റ് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ടുള്ളതും. ദയവായി സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾ പുറകിലേക്ക് പോകേണ്ടതാണ്. കാരണം തീ ആളിപ്പടരുമ്പോൾ പടക്കങ്ങൾ പൊട്ടിത്തെറിക്കാം, സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിലായിരിക്കും വീഴുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ മജീഷ്യനെ 4 സൈഡിലും നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 4 സൈഡിലെ വൈക്കോൽ കൂനയ്ക്കുള്ളിൽ മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞു. മജീഷ്യനെ കത്തിക്കാൻ പോവുകയാണ്. മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞു. തീപന്തങ്ങൾ വൈക്കോൽ കൂനയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. അഗ്നി ആളി കത്തുകയാണ്. പടക്കങ്ങൾ പൊട്ടിത്തെറിക്കുകയാണ്. ഭക്തജനങ്ങൾ അല്പം കൂടെ മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വൈക്കോൽ കുലകൾ ആളി കത്തുകയാണ്. മജീശ്വര പുറത്തു ചാടിയിരിക്കുന്നു. വണ്ടർഫുൾ ഫയർ എസ്കേപ്പ്, വണ്ടർഫുൾ ഫയർ എസ്കേപ്പ്. മജീഷ്യൻ ആളി കത്തുന്ന തീയിൽ നിന്നും പുറത്തു ചാടിയിരിക്കുന്നു.